ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലാമ്മ ഹോസ്പിറ്റലിലാണ്. ആ സമയത്ത് സിസ്റ്റർ നോക്കിയിട്ട് പറയും, അമ്മ കഴിഞ്ഞ തവണ വന്നതിലും ക്ഷീണിച്ചല്ലോ, എന്താ ഒന്നും കഴിക്കുന്നില്ലേ? ബ്ലഡ് പരിശോധിക്കാൻ കൊടുത്തിരുന്നോ? ഉവ്വ്. 2 മണിക്കൂർ കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും, അത് കാണിച്ചിട്ട് അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞ് സിസ്റ്റർ പോവാണ്. ആ സമയത്ത് കമലാമ്മ പറയും, മാഷേ ഇങ്ങനെ എല്ലാ മാസവും വന്ന് ചെക്കപ്പ് നടത്തി പോവാൻ മാത്രം എനിക്കൊന്നുമില്ല മാഷേ, അത് ഡോക്ടറല്ലേ പറയേണ്ടത് കമല. അവരെന്ത് പറയാനാ? ശരീരത്തിലെ കുറവുകളും ദോഷങ്ങളും അല്ലേ അവർക്കറിയൂ. ശരിക്കും അതുണ്ടാക്കുന്നത് മനസ്സാണെന്ന് അവർക്കറിയില്ലല്ലോ. എന്നാൽ പിന്നെ ഞാൻ അതിൻ്റെ ഡോക്ടറെ കാണാം. അന്നേരം കമലാമ്മ ഇങ്ങനെ നോക്കുമ്പോൾ പറയും, തമാശ പറഞ്ഞതല്ല. ചില അസുഖങ്ങൾ എത്ര സ്വന്തക്കാർ ബന്ധുക്കാരാണെങ്കിലും നമ്മൾ പറയണമെന്നില്ല. അത് അത്തരം അസുഖങ്ങൾ കണ്ടും കേട്ടും പരിചയമുള്ള ഡോക്ടർമാരെ കണ്ടാലേ പറയൂ. നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്കൊരു കൗൺസിലിംഗ് ഏർപ്പാടാക്കാം. അതെനിക്ക് വേണം മാഷേ. ഇപ്പോഴത്തെ സങ്കടങ്ങൾ ഇല്ലാതാക്കാൻ അതെനിക്ക് വേണം. അതിനൊരു പക്ഷേ ഡോക്ടർ വേണ്ട. മാസത്തിൽ 1-2 തവണ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നത് പോലെ എന്നെ അവൻ്റെ അടുത്തൊന്ന് കൊണ്ടുപോ മാഷേ. എനിക്ക് വേണ്ട ശരിയായ ചികിത്സ അതാണ് മാഷേ. എന്നോടിപ്പോൾ നീ ഇങ്ങനെയൊക്കെ പറയും. അവനെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച അതിൻ്റെ സങ്കടവും പറഞ്ഞുകൊണ്ടിരിക്കും. കരയുന്നതും ഒരു ചികിത്സയാണ് മാഷേ. മാഷ് ശങ്കരനാരായണൻ സാറെ ഒന്ന് വിളിക്ക്. നമുക്ക് പോകുന്ന വഴിക്ക് അവനെ ഒന്ന് കണ്ടിട്ട് പോവാം. അതിന് കഴിഞ്ഞ ആഴ്ച ഞാൻ അവനെ വന്ന് കണ്ടതല്ലേ ഉള്ളൂ കമല. സ്വന്തം അമ്മയ്ക്ക് അവനെ കാണാനില്ല അവകാശമില്ലേ മാഷേ? അത് അത്ര വലിയ നിയമലംഘനമൊന്നുമല്ലല്ലോ. പ്ലീസ് മാഷേ, എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ മതി. ആ ശരിയെന്നും പറഞ്ഞിട്ട് മാഷ് പിന്നെ സാറ് വിളിക്കുകയാണ്. അങ്ങനെ മാഷ കോള് കാണുമ്പം സാറ് ചോദിക്കും, ആ മാഷേ എന്തുണ്ട്? ഞാനിപ്പോൾ ആശുപത്രിയിൽ നിന്നാണ് വിളിക്കുന്നത്. അയ്യോ എന്തു പറ്റി? പ്രശ്നമൊന്നുമില്ല. കമലയ്ക്ക് ഒരു ചെക്കപ്പിന് വന്നതായിരുന്നു. അപ്പോൾ അവൾക്ക് വിക്രമിനെ കാണണം എന്നൊരാഗ്രഹം. ഇപ്പോഴോ? അതെ, ഞാൻ കഴിഞ്ഞ ആഴ്ച അവനെ വന്ന് കണ്ടതേ ഉള്ളൂ. ഇനിയൊരു സന്ദർശനം അനുവദിക്കുമെന്നുള്ളതാ. ബുദ്ധിമുട്ടാണ്, എന്നാലും മാഷ് ചെന്ന് കണ്ടോളൂ. ഞാൻ ജയിലർ ആൻഡ്രൂസിനെ വിളിച്ച് പറഞ്ഞോളാം. അങ്ങനെ കോള് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മാഷ് ചോദിക്കും, സാറേ വേദയെക്കുറിച്ച് എന്തെങ്കിലും വിവരം? അപ്പോൾ അത് പറയുന്നതിൻ്റെ മുന്നേ സാറ് പറയാണ്, മാഷ് ചെന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് വേഗം കോള് കട്ട് ചെയ്യാണ്. അങ്ങനെ കോള് കട്ട് ചെയ്തതിന് ശേഷം മാഷ് ഇങ്ങനെ ശ്രീകാന്ത് വേദയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അവന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ വരുന്നുണ്ട് പണിക്കത്ത് തറവാട്ടിലേക്ക് നിങ്ങളുടെ മകളെയും കൊണ്ട്. അതൊരു പക്ഷേ ജീവനോടെ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രീസർ അടക്കിയിട്ടാണെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ്. അങ്ങനെ മാഷ് കമലാമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയും, എന്തായാലും സാറ് ചെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. കമല, നമ്മളെ ഇടയ്ക്കുള്ള സന്തോഷത്തിനെങ്കിലും അവനെ ചെന്ന് കാണാനെങ്കിലും നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ സാറിൻ്റെ കാര്യം ആലോചിച്ചിട്ടുണ്ടോ? വേദ എവിടെയാണെന്ന് പോലും സാറിന് അറിയാതെ ആ മനസ്സ് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? വേദയെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും എനിക്കുണ്ടായിട്ടില്ല മാഷേ. വേദ എന്തിനാണിത് ചെയ്തതെന്ന് എനിക്കറിയില്ല മാഷേ എന്നൊക്കെ പറയുമ്പോൾ മാഷ് പറയും, കാലം അതിനുത്തരം തരുമായിരിക്കും. അങ്ങനെ കമലാമ്മയും മാഷും വിക്രത്തിനെ ചെന്ന് കാണുകയാണ്. വിക്രം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പം അമ്മയും അച്ഛനെയും കാണുമ്പോൾ വിക്രത്തിന് വല്ലാത്ത സന്തോഷത്തിനേക്കാൾ ഉപരി നല്ല സങ്കടമാണ് വരുന്നത്. അങ്ങനെ വിക്രത്തിനെ കാണുമ്പോൾ തന്നെ കമലാമ്മ ഇങ്ങനെ കരയുമ്പോൾ മാഷ് പറയും, കമല എന്താ ഇത്, കരയല്ലേ? വിക്രം അമ്മയോട് പറയും, അമ്മേ ആ കണ്ണ് തുടക്കി, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതാവും. മോനെ, നിന്നോട് സുഖമാണെന്ന് ചോദിക്കാൻ പോലും കഴിയുന്നില്ലല്ലോടാ. എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ അമ്മേ, അങ്ങനെ കരുതിയാൽ പോരെ? അമ്മ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം. കൃത്യസമയത്ത് മരുന്ന് കഴിക്കുന്നില്ലെന്നാ അച്ഛൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞത്. അങ്ങനെ എല്ലാം ഒന്നും അവസാനിച്ചിട്ടില്ല അമ്മേ. ഒരു ദിവസം നമ്മളെല്ലാവരും ഒന്നിക്കുന്നൊരു ദിവസം വരും. അമ്മ കാത്തിരുന്നു. അത് കേൾക്കുമ്പോൾ മാഷ് പറയും, കണ്ടില്ലേ, അവന് പോലും അത് ഉറപ്പുണ്ട്. പിന്നെ നീ ഇങ്ങനെ തളർന്നാലോ കമല? എന്നെക്കുറിച്ച് ഓർത്ത് അമ്മ വിഷമിക്കേണ്ട. എൻ്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ തെറ്റുകാരനല്ല. ഞാനായിട്ട് ആരെയും കൊന്നിട്ടില്ല. സത്യത്തിൽ എല്ലാവരും ഞങ്ങളെ കൊല്ലാനാണ് നോക്കിയത്. പക്ഷേ കോടതിയിൽ അത് തിരിച്ചായിപ്പോയെന്ന് മാത്രം. അന്നേരം മാഷ് പറയും, നീ ധൈര്യമായിട്ടിരിക്കും വിക്രം. സത്യം പുറത്തറിയാനും അത് ശിക്ഷിക്കപ്പെടാനും ഒരു പക്ഷേ സമയമെടുക്കുമായിരിക്കും. എന്നാലും സത്യം പുറത്തു വരാതിരിക്കില്ല. അപ്പോൾ കമലാമ്മ പറയും, അത് കാണാൻ ഞാൻ ഉണ്ടാവുമെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. അത് കേൾക്കുമ്പോൾ വിക്രം പറയാണ്, എന്താ അമ്മ എങ്ങനെ ആയാൽ എനിക്കിവിടെ എങ്ങനെ, ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഞാനിവിടെ കഴിയുക? അപ്പോൾ മാഷ് പറയും, വേദയുടെ അച്ഛൻ ഒരു അപ്പീലിനും കൂടി പോകുന്നുണ്ട്. എന്തായാലും അധിക നാളൊന്നും ഇതിനകത്ത് കഴിയേണ്ടി വരില്ല. അപ്പോൾ വിക്രം പറയാണ്, അതമ്മേ, അധിക നാളൊന്നും ഞാനിതിനകത്തുണ്ടാവില്ല. എന്തായാലും നമ്മൾ വൈകാതെ നമ്മൾ ഒരുമിച്ച് ജീവിക്കും.
വേദയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ മനസ്സിങ്ങനെ കൈവിട്ടു പോകുന്നത് വിക്രം. അവൾ എന്തിനാ ഇങ്ങനെ കാണാമറയത്ത് നിൽക്കുന്നത് എന്നൊക്കെ കമലാമ്മ ചോദിക്കുകയാണ്. അമ്മ നോക്കിക്കോ, ഞാൻ പുറത്തിറങ്ങുന്ന ദിവസം അവൾ തിരിച്ചു വരും. എൻ്റെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് അവളിങ്ങനെ കാണാമറയത്ത് മറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിൽ പോലീസുകാരൻ പറയും, മതി മതി, സമയമായി, ഇനി പോവാം എന്ന് പറയുമ്പോൾ വിക്രം പറയാണ്, അച്ഛ അമ്മയും കൊണ്ട് പൊക്കോ, ഇവിടെ ഇങ്ങനെ നിന്ന് അമ്മയുടെ അസുഖം കൂടെ ഉള്ളൂ. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല മോനെ, നീ അതിനെപ്പറ്റി ഓർത്തൊന്നും വിഷമിക്കണ്ട. ഒരു പക്ഷേ നീ പറയുന്നതായിരിക്കും ശരി, നമ്മളെല്ലാം ഒന്നിക്കുന്നൊരു ദിവസം വരും. അപ്പോൾ മാഷ് പറയാണ്, ഞാൻ സാറടുത്ത് ഇതിനെപ്പറ്റി ചോദിച്ചു, എന്തിനാണ് അവളിങ്ങനെ മറിഞ്ഞു നിൽക്കുന്നത് എന്ന്. അപ്പോൾ സാറ് പറഞ്ഞത്, ഒരു കാര്യം ഉറപ്പാണ്, ഇതുവരെ അവളെ ആർക്കും കിട്ടിയിട്ടില്ല എന്ന്. അന്നേരം വിക്രം പറയാണ്, അപാരമായ മനസ്സുറപ്പുള്ള പെണ്ണാണ് അച്ഛ വേദ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ വേദയുടെ കാര്യങ്ങൾ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ബെഡിൽ കിടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് നിന്ന കുട്ടി ഇങ്ങനെ അമ്മേ വെള്ളം, അമ്മേ എന്ന് വിളിച്ച് ഇങ്ങനെ കരയുന്നുണ്ടായിരിക്കും. അങ്ങനെ വേദ എണീറ്റ് പോയിട്ട് ചോദിക്കും, എന്താ വേണ്ടത്? അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്താ വേണ്ടത്? ഓ, ഇത്തിരി വെള്ളം ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് വേദ അവൾക്ക് വെള്ളമൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ചോദിക്കും, എന്താ പേര്? വേദ. എന്നിട്ട് അവൾ ഞാൻ എന്ന് പറയുമ്പോൾ വേദ പറയും, അറിയാം, അമ്മ അവളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വേദ പറയാണ്. ട്രെയിൻ എടുക്കണ്ട, കിടന്നോളൂ കേട്ടോ എന്നും പറഞ്ഞ് അവളെ കിടത്തി വേദ തിരിച്ച് ബെഡിലേക്ക് വരും. ആ സമയത്ത് പുറത്ത് തരുണിൻ്റെ അമ്മ ഇങ്ങനെ എന്തോ വാങ്ങിക്കാൻ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് 3 ഗുണ്ടകൾ കയറി വരുന്നത്. എന്നിട്ട് വേദയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പറയും, നിങ്ങൾ മലയാളിയാണോ? ഈ കുട്ടിയെ ഇവിടെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ആ അമ്മ ചോദിക്കും, നിങ്ങളാരാ? ചോദിച്ചതിന് ഉത്തരം പറ, ഇവിടെ കണ്ടിട്ടുണ്ടോ? ഈ ഒരു സമയത്ത് ഈ ആശുപത്രി കയറി വന്ന് ഇങ്ങനെ ഒരാളെ പറ്റി ചോദിക്കണമെങ്കിൽ നിങ്ങൾ ആരാണെന്ന് അറിയണ്ടേ? അപ്പം അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെന്തൊക്കെയോ ചോദിക്കുന്നത് വേദ ഇങ്ങനെ റൂമിലേക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് വേദ പുറത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെ സിസ്റ്റർ അവിടേക്ക് വന്നിട്ട് ചോദിക്കും, എന്താ പ്രശ്നം? ഇവിടെ സമയത്ത് വന്നിട്ട് ഏതോ രോഗികളെ പറ്റിയൊക്കെ ചോദിക്കുന്നു, തട്ടിക്കൊണ്ടു പോവാനാണെന്ന് എനിക്ക് സംശയമുണ്ട്. നീ വേഗം സെക്യൂരിറ്റിയെ വിളിക്ക്. നിങ്ങൾ തരുൺ ദബാങ് എന്ന് ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന ഒരു DCP അറിയോ? ആ DCPയുടെ അമ്മയാണ് ഞാൻ. നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. സിസ്റ്ററെ, സമയം കളയാതെ സെക്യൂരിറ്റിയെ വിളിക്കുക. അങ്ങനെ സെക്യൂരിറ്റിയെ വിളിക്കാൻ നിൽക്കുന്നതിനിടയിൽ വേദ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നത് ആ അമ്മ കാണുന്നുണ്ടായിരിക്കും. അങ്ങനെ തലയോട് ഇങ്ങനെ ആട്ടും അവിടേക്ക് മേലേക്ക് കയറി പോവാൻ. അങ്ങനെ വേഗം മേലേക്ക് കയറി പോകും. അങ്ങനെ സിസ്റ്റർ സെക്യൂരിറ്റിയെ വിളിക്കുന്നതിനിടയിൽ ആ ഗുണ്ടകൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അങ്ങനെ അവിടുന്ന് തൽക്കാലം വേദ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ആ അമ്മ വേദയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, എന്താ മോളെ ഇതൊക്കെ, ആരാണ്? ആ സമയത്ത് വേദ ഇങ്ങനെ സങ്കടം കൊണ്ട് ആ അമ്മയുടെ കൈ പിടിച്ച് പൊട്ടിക്കരയാണ്. അങ്ങനെ വേദ ആ സിസ്റ്ററുടെ അമ്മയുടെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നിട്ട് ആ അമ്മ ചോദിക്കും, സ്വന്തം സഹോദരന് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിന് മോളെന്തിനാ ഇങ്ങനെ ഈ കാണാമറയത്ത് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇതന്നെയാണ് എൻ്റെ ഫ്രണ്ട് ശ്രേയയും ചോദിക്കുന്നത്. എൻ്റെ സഹോദരൻ എന്നെ എന്ത് ചെയ്യാൻ മടിക്കാത്ത ആളാണ്. നിയമവും അയാളുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും പ്രസവിച്ചേ പറ്റൂ. ഇവന് ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എനിക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ. അതുവരെ എനിക്കിങ്ങനെ മാറി നിന്നേ പറ്റൂ എന്നൊക്കെ വേദ ഇങ്ങനെ പറയുകയാണ്. അന്നേരം അമ്മ പറയും, ഇനിയിപ്പോൾ എന്ത് കേട്ടാലും മോളെ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണ്ട. എന്തായാലും മോള് ഡൽഹിയിലെത്തിയിട്ടുണ്ടെന്ന് അവരറിഞ്ഞു. ഇപ്പോൾ ഗർഭിണിയാണെന്നും അവരറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിലേക്കുള്ള ഈ വരവ്. ഇനി അടുത്ത തവണ പെണ്ണുങ്ങളെ വിട്ടായിരിക്കും തെരച്ചിൽ. അതിനു മുമ്പ് എന്തായാലും മോള് ഈ ആശുപത്രിയിൽ നിന്ന് ഈ റിയൽ നെയിം ഒന്ന് മാറ്റിയേ പറ്റൂ. അക്കാര്യത്തെക്കുറിച്ചൊക്കെ വേദ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.